ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ലിസീസ് ഹിന്ദി ലേണിംഗ് വേൾഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഇവിടെ വീടുകളിൽ സാധാരണയായി നാം പറയുന്ന കുറച്ച് സെൻറ്റൻസുകളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ. ഡെയിലി ഹോം റിലേറ്റഡ് സെൻറ്റൻസസ്. ദൈനിക ഉപയോഗ ഘരേലു വാക്യ. ഐ ആം കുക്കിംഗ് ഫുഡ്. ഞാൻ ഭക്ഷണം പാചകം ചെയ്യുകയാണ്. ഐ ആം കുക്കിംഗ് ഫുഡ്. ഇപ്പം ഇത് ഹിന്ദിയിൽ എങ്ങനെ പറയും? ആം എന്നുള്ളതിന് എന്താണ്? ഐ ആം എന്നുള്ളതിന് മേം ഹും. അതിനിടയ്ക്കാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളെപ്പോഴും ഹിന്ദിയിൽ പറയുക. മേം ഹും എന്ന് പറഞ്ഞാൽ ഐ ആം എന്നാണ്. പിന്നെ കുക്കിംഗ് ഫുഡ്, അതാണ് നമുക്ക് ബാക്കി പറയാനുള്ളത്. അതെന്താണ്? ഖാന ബനാ രഹി ഹും. മേം ഖാന ബനാ രഹി ഹും. അപ്പം മേം ഹും കഴിഞ്ഞ ബാക്കി ഖാന ബനാ രഹി. കുക്കിംഗ് ഫുഡ്. മേം ഖാന ബനാ രഹി ഹും. മേം ഖാന ബനാ രഹി ഹും. ഹി ഈസ് വാച്ചിങ് ടി വി. ഹി ഈസ് വാച്ചിങ് ടി വി. ഇവിടെ ഇതുപോലെ തന്നെ അവസാനം ആദ്യം ഏതായിരിക്കണം? ഹീയും ഈസുമാണ് അല്ലേ? ഹി ഈസ്. ഹി എന്നുള്ളതിന് വഹ്, ഈസ് എന്നുള്ളതിന് ഹേ. അപ്പോൾ വഹും ഹേയും ലാസ്റ്റ്. ആദ്യം വഹ് പിന്നെ ഹേ. ഹി ഈസ്. പിന്നുള്ളത് വാച്ചിങ് ടി വി. അതാണ് നടുവിൽ നമ്മളെപ്പോഴും എഴുതണത്. ടി വി ദേഖ് രഹാ. അതാണ് വാച്ചിങ് ടി വി എന്ന് പറഞ്ഞാൽ ടി വി ദേഖ് രഹാ ഹേ ആകുന്നു എന്നുള്ളതിന്. അവൻ ടി വി കാണുകയാണ്, അല്ലെങ്കിൽ അവൾ എന്നായാലും ഷീ ഈസ് വാച്ചിങ് ടി വി എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. വഹ് ഹേ എന്നാണ്. ഷീ ഈസ്. വഹ് ടി വി ദേഖ് രഹി ഹേ എന്നാവും. ഷീ എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ രഹ എന്നുള്ളത് രഹി എന്നാവും. അതാണ് മാറ്റം വരുള്ളൂ. ബാക്കി അത് തന്നെ. ഷീ ഈസ് വാച്ചിങ് ടി വി. വഹ് ടി വി ദേഖ് രഹി ഹേ. ഇനി ദ ചിൽഡ്രൻ ആർ പ്ലേയിങ്. ദ ചിൽഡ്രൻ ആർ പ്ലേയിങ്. അപ്പോൾ ദ ചിൽഡ്രൻ ആർ അല്ലേ? അപ്പോൾ ചിൽഡ്രൻ എന്നുള്ളതിന് എന്താണ്? ബെച്ചെ. ചിൽഡ്രൻ കുട്ടികൾ എന്നായതുകൊണ്ടാണ് ബെച്ചെ എന്നായത്. ചൈൽഡ് ആണെങ്കിൽ ബെച്ചാന്നേ വരുള്ളായിരുന്നു. ചിൽഡ്രൻ എന്നുള്ളത് കൊണ്ട് കുറേ പേരുണ്ട്, അതുകൊണ്ട് ബെച്ചെ. ബെച്ച എന്നുള്ളത് ബെച്ചെ എന്നായി. പ്ലേയിങ് ഖേൽ രഹേ ഹേ. ചിൽഡ്രൻ ആർ പ്ലേയിങ്. ബെച്ചെ ഖേൽ രഹേ ഹേ. ബെച്ചെ ഖേൽ രഹേ ഹേ. ഇനി മദർ ഈസ് ക്ലീനിങ്. മദർ ഈസ് ക്ലീനിങ്. മദർ എന്നുള്ളതിന് മാം. നീസ് എന്നുള്ളതിന് നമ്മൾ ലാസ്റ്റാണ് ഹേ പറയണത്. അപ്പം ബാക്കി ക്ലീനിങ് എന്നുള്ളതിന് എന്താണ്? സഫായി കർണ. സഫായി കർണ, അതാണ് ക്ലീനിങ്. അപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മദർ പെണ്ണായതുകൊണ്ട് മാം സഫായി കർ രഹി ഹേ. ഇനി ഫാദറാണ്. മാംസ് എന്നുള്ളിടത്ത് ഫാദർ, പാപ്പ സഫായി കർ രഹാ ഹേ. മനസ്സിലായോ? മദർ ഈസ് ക്ലീനിങ് ആയതുകൊണ്ട് മാം സഫായി കർ രഹി ഹേ. അമ്മ വൃത്തിയാക്കുകയാണ്. മാം സഫായി കർ രഹി ഹേ. അമ്മ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഫാദർ ഈസ് റീഡിങ് ദ ന്യൂസ് പേപ്പർ. ഫാദർ ഈസ് റീഡിങ് ദ ന്യൂസ് പേപ്പർ. പപ്പ എന്ത് ചെയ്യുകയാണ്? ന്യൂസ് പേപ്പർ വായിക്കുകയാണ്. അപ്പോൾ ഫാദർ എന്നുള്ളതിന് പിതാജി. പിതാജി. ന്യൂസ് പേപ്പറിന് ഹിന്ദിയിൽ അഖ്ബാർ. അഖ്ബാർ. റീഡിങ് എന്നുള്ളതിന് പഠ് രഹേ ഹേ. റീഡിങ്. പിതാജി അഖ്ബാർ പഠ് രഹേ ഹേ. ഫാദർ ഈസ് റീഡിങ് ദ ന്യൂസ് പേപ്പർ. പിതാജി ഫാദർ. അഖ്ബാർ ന്യൂസ് പേപ്പർ.
റീഡിങ്. പഠ് രഹേ ഈസ് എന്നുള്ളതിന് ഹേ. അപ്പം പിതാജി അഖ്ബാർ പഠ് രഹേ ഹേ. അച്ഛൻ പത്രം വായിക്കുകയാണ്. ഫാദർ ഈസ് റീഡിങ് ദ ന്യൂസ് പേപ്പർ. ഐ ആം ഫില്ലിങ് വാട്ടർ. ഐ ആം ഫില്ലിങ് വാട്ടർ. ഞാൻ എന്ത് ചെയ്യുകയാണ്? വെള്ളം നിറയ്ക്കുകയാണ്. ഐ ആം, ഞാൻ ഫില്ലിങ് വാട്ടർ. വാട്ടർ വെള്ളം ഫില്ല് ചെയ്യുക, നിറയ്ക്കുക. ഐ ആം ഫില്ലിങ് വാട്ടർ. മേം ഹും മാറ്റി വയ്ക്കുക. ഐ ആം എന്നുള്ളത് കഴിഞ്ഞ് പിന്നെ ഫില്ലിങ് വാട്ടറാണ്. പാനി ബർ രഹ, പാനി ബർ രഹ ഹും. മേം പാനി ബർ രഹ ഹും. മേം ഖാന ഖാ രഹ ഹും. മേം ഐസ്ക്രീം ഖാ രഹ ഹും. ഇങ്ങനെ ഓരോന്നിനും അതേ സ്റ്റൈല് തന്നെയാണ്. മാറ്റമുള്ളത് എന്താണോ അതാണ് നടുവിൽ വരുന്നത്. മേം പാനി ബർ രഹ ഹും. ഐ ആം ഫില്ലിങ് വാട്ടർ. വി ആർ ഈറ്റിംഗ് ഫുഡ്. വി ആർ ഈറ്റിംഗ് ഫുഡ്. ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ്. വി ആർ ഈറ്റിംഗ് ഫുഡ്. വി എന്നുള്ളതിന് ഹം. വി ഹം. ഇനി ഈറ്റിംഗ് ഫുഡ്. ഖാന ഖാ രഹേ പിന്നെ ആർ എന്നുള്ളതിന് ഹേ. മേ ഹം ഖാന ഖാ രഹേ ഹേ. ഹം ഖാന ഖാ രഹേ ഹേ. വി ആർ ഈറ്റിംഗ് ഫുഡ്. ഹം ഖാന ഖാ രഹേ ഹേ. വി ആർ ഈറ്റിംഗ് ഫുഡ്. ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ്. വി ആർ ഈറ്റിംഗ് ഫുഡ്. ഹം ഖാന ഖാ രഹേ ഹേ. ഐ ആം ഗോയിങ് ടു സ്ലീപ്പ്. ഐ ആം ഗോയിങ് ടു സ്ലീപ്പ്. ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. ഐ ആം ഗോയിങ് ടു സ്ലീപ്പ്. ഉറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഐ എന്നുള്ളത് മേം. ഗോയിങ് ടു സ്ലീപ്പ്. സോനെ ജാ രഹ. ആം എന്നുള്ളതിന് ഹും. മേം സോനെ ജാ രഹ ഹും. ഐ ആം ഗോയിങ് ടു സ്ലീപ്പ്. സോന ഉറങ്ങുക. ജാ രഹ പോകുന്നു. മേം ഞാൻ. സോനെ ഉറങ്ങുന്നതിന്. ജാ രഹ ഹും പോകുന്നു. ഞാൻ ഉറങ്ങാൻ പോകുകയാണ് അല്ലെങ്കിൽ ഞാൻ ഉറങ്ങാൻ പോകുന്നു. ഐ ആം ഗോയിങ് ടു സ്ലീപ്പ്.